ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ അധ്യായത്തിൽ ആകെ 32 വാക്യങ്ങളാണുള്ളത്. ഇതിൽ 4 ശീർഷകങ്ങളുണ്ട്. 1. ഐക്യത്തിന് ആഹ്വാനം. ഇതിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 2-ാമത്തെ ശീർഷകം കൃപാവരങ്ങളുടെ വൈവിധ്യം. ഇതിൽ 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 3-ാമത്തെ ശീർഷകം ക്രിസ്തുവിൽ നവജീവിതം. ഇതിൽ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 4-ാമത്തെ ശീർഷകം വർജിക്കേണ്ട തിന്മകൾ. ഇതിൽ 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. ആദ്യത്തെ ശീർഷകം ഐക്യത്തിന് ആഹ്വാനം. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നിങ്ങൾ നയിക്കുവിൻ. ഇവിടെ വിശുദ്ധ പൗലോസ്ലീഹ 4-ാം അധ്യായം 1-ാം വാക്യത്തിലും 3-ാം അധ്യായം 1-ാം വാക്യത്തിലും താൻ കർത്താവിന് വേണ്ടി കാരാഗ്രഹവാസം അനുഭവിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് സ്ലീഹ അവരോട് പറയുന്നുണ്ട്, പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരേ ശരീരവും ഒരേ ആത്മാവുമാണ് ഉള്ളത്. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലതിലുമുപരിയും സകലതിലൂടെയും സകലതിലും വർദ്ധിക്കുന്നവനും നമ്മുടെയെല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. ഇനി നമുക്ക് 2-ാമത്തെ ശീർഷകമായ കൃപാവരങ്ങളുടെ വൈവിധ്യത്തിലേക്ക് കടക്കാം. ഇതിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദാനങ്ങളെക്കുറിച്ച് പറയുന്നു. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. അവൻ മനുഷ്യർക്ക് ദാനങ്ങൾ നൽകി. ക്രിസ്തു ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നും അവൻ ഭൂമിയുടെ അഗാധങ്ങളിലേക്ക് ഇറങ്ങുക കൂടി ചെയ്തു എന്നുമല്ലേ എന്ന് സ്ലീഹ അവരോട് ചോദിക്കുന്നു. എഫെസോസ് 4-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എങ്ങനെ പറയുന്നു. ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവനും. അവൻ ചിലർക്ക് അപ്പൊസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. ഇവിടെ വിശുദ്ധ പൗലോസ്ലീഹ ക്രിസ്തുവിൽ നിന്നും ലഭിക്കുന്ന കൃപാവരങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ 5 തരത്തിലുള്ള കൃപാവരങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ പരാമർശിക്കുന്നുണ്ട്. ഇപ്രകാരം വരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് എന്തിനെല്ലാം വേണ്ടിയാണ് എന്ന് സ്ലീഹ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. 1. വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിന്. 2. ശുശ്രൂഷയുടെ ജോലി നിർവഹിക്കുന്നതിന്. 3. ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ് ഈ കൃപാവരങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് സ്ലീഹ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ കൃപാവരങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവർ തങ്ങളുടെ ഈ ശുശ്രൂഷ ഏത് ദിവസം വരെ തുടരണമെന്ന് സ്ലീഹ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് നോക്കാം. 1. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു എന്ന് സ്ലീഹ അവരോട് പറയുന്നു. നമ്മെ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുന്ന ശിശുക്കളെപ്പോലെ ആകരുത് നിങ്ങൾ എന്ന് സ്ലീഹ അവരോട് പറയുന്നു. നാം സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും വളരണമെന്ന് സ്ലീഹ അവരോട് പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾ സമന്വയിക്കപ്പെട്ട് അതതിൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് പോലെ നമ്മുടെ ശിരസായ ക്രിസ്തുവിൽ നാം ഐക്യപ്പെട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും വേണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ അവരോട് ആഹ്വാനം ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ശീർഷകത്തിലേക്ക് കടക്കാം. അടുത്ത ശീർഷകം ക്രിസ്തുവിൽ നവജീവിതം. നാം ക്രിസ്തുവുമായി ഐക്യപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാരോട് പറയുന്നു. ഈ ശീർഷകത്തിന് കീഴിൽ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനിയൊരിക്കലും വിജാതീയരെ പോലെ വ്യർത്ഥ ചിന്തകളിൽ മുഴുകി ജീവിക്കരുത്. അവർ ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത നിറഞ്ഞ് ബുദ്ധിയിൽ അന്ധകാരം നിറച്ച് ദൈവിക ജീവനിൽ നിന്നും അകറ്റപ്പെട്ടു. അവർ മനസ്സു മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. അവർ എല്ലാ അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകി. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൽ നിന്നും ഇതല്ല നിങ്ങൾ പഠിച്ചത്. നിങ്ങൾ യേശുവിനെക്കുറിച്ച് കേൾക്കുകയും തന്നിലുള്ള സത്യം യേശു ക്രിസ്തു നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് സ്ലീഹ എഫെസോസുകാരോട് പറയുന്നുണ്ട്. എഫെസോസ് 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു.
നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. ഇവിടെ ശ്ലീഹ എഫെസോസുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് എന്ന്. നിങ്ങൾ തിന്മ പ്രവർത്തിച്ച് നിങ്ങളിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്നും ശ്ലീഹ അവരോട് പറയുന്നു. നിങ്ങൾ വ്യാജം വെടിഞ്ഞ് നിങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണമെന്നും, കാരണം അവർ ഒരേ ശരീരത്തിലെ അവയവങ്ങളാണ് എന്നും ശ്ലീഹ അവരോട് പറയുന്നു. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യാസ്തമയം വരെ നീണ്ടു നിൽക്കുകയും അരുത് എന്ന് ശ്ലീഹ അവരോട് പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സാത്താന് അവസരം കൊടുക്കരുത്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ തൻ്റെ കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യണം. ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ അവൻ എന്തെങ്കിലും സമ്പാദിക്കട്ടെ എന്നും വിശുദ്ധ പൗലോസ് ശ്ലീഹ അവരോട് പറയുന്നു. നിങ്ങളുടെ അധരങ്ങളിൽ നിന്നും തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ എന്ന് ശ്ലീഹ അവരോട് പറയുന്നു. മറ്റുള്ളവരിൽ ആത്മചൈതന്യം പ്രദാനം ചെയ്യുന്ന വിധം, അവരുടെ ഉന്നതിക്ക് ഉതകുന്ന വിധവും നിങ്ങൾ സംസാരിക്കണമെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാരോട് പറയുന്നുണ്ട്. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രരായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് എന്നും, ഇനിയും കുറച്ച് പാപങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവ ഏവയെന്ന് നമുക്ക് നോക്കാം. 1. സകല വിദ്വേഷവും. 2. ക്ഷോഭവും. 3. ക്രോധവും. 4. അട്ടഹാസവും. 5. ദൂഷണവും. അങ്ങനെ എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ അവരോട് പറയുന്നു. ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കാരുണ്യം കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ അവരോട് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? ഉത്തരം 32 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എഫെസോസ് 4:1 പ്രകാരം കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നത് ആരാണ്? ഉത്തരം വിശുദ്ധ പൗലോസ്. അടുത്ത ചോദ്യം, എന്തിനു യോഗ്യമായ ജീവിതമാണ് നിങ്ങൾ നയിക്കേണ്ടത് എന്നാണ് ശ്ലീഹ എഫെസോസുകാരോട് പറയുന്നത്? ഉത്തരം നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ. അടുത്ത ചോദ്യം, പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ എങ്ങനെ വർത്തിക്കണമെന്നാണ് പൗലോസ് ശ്ലീഹ ആഹ്വാനം ചെയ്യുന്നത്? ഉത്തരം സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ. അടുത്ത ചോദ്യം, വിശുദ്ധ പൗലോസ് ശ്ലീഹ ആർക്കു വേണ്ടിയാണ് തടവുകാരനായി തീർന്നത്? ഉത്തരം കർത്താവിന് വേണ്ടി. അടുത്ത ചോദ്യം, എഫെസോസ് 4:2 വിശുദ്ധ പൗലോസ് ശ്ലീഹ അവരോട് എങ്ങനെ വർത്തിക്കണം എന്നാണ് പറയുന്നത്? ഉത്തരം 1. പൂർണ്ണമായ വിനയത്തോടും. 2. ശാന്തതയോടും. 3. ദീർഘക്ഷമയോടും. 4. സ്നേഹത്തോടും. 5. അന്യോന്യം സഹിഷ്ണുതയോടും കൂടെ വർത്തിക്കണമെന്ന് ശ്ലീഹ അവരോട് പറയുന്നു. അടുത്ത ചോദ്യം, സമാധാനത്തിൻ്റെ ബന്ധത്തിൽ എന്ത് നിലനിർത്താനാണ് ജാഗരൂകരായിരിക്കേണ്ടത്? ഉത്തരം ആത്മാവിൻ്റെ ഐക്യം. അടുത്ത ചോദ്യം, ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ എന്തൊക്കെയാണ് ഉള്ളത്? ഉത്തരം ഒരു ശരീരവും ഒരു ആത്മാവും. അടുത്ത ചോദ്യം, ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കേണ്ടത് എന്തിലാണ്? ഉത്തരം സമാധാനത്തിൻ്റെ ബന്ധത്തിൽ. അടുത്ത ചോദ്യം, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ഡാഷും മാത്രമേയുള്ളൂ എന്നാണ് ശ്ലീഹ 4:5 പറയുന്നത്? ഉത്തരം ഒരു ജ്ഞാനസ്നാനവും. അടുത്ത ചോദ്യം, സകലതിലും ഉപരിയും സകലതിലൂടെയും സകലതിലും വർദ്ധിക്കുന്നവൻ ആരാണ്? ഉത്തരം നമ്മുടെ എല്ലാം പിതാവായ ദൈവം. അടുത്ത ചോദ്യം, നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? ഉത്തരം ക്രിസ്തുവിൻ്റെ ദാനത്തിന് അനുസൃതമായി. അടുത്ത ചോദ്യം, ക്രിസ്തു എന്തു ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി എന്നാണ് ശ്ലീഹ എഫെസോസുകാരോട് പറയുന്നത്? ഉത്തരം ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ. അടുത്ത ചോദ്യം, ക്രിസ്തു ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്തുകൂടിയാണ് എന്നാണ് ശ്ലീഹ ചോദിക്കുന്നത്? ഉത്തരം ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നു കൂടിയല്ലേ തന്നെയാണ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയവൻ തന്നെയാണ് ഡേഷിനു വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവനും എന്നാണ് ശ്ലീഹ 4:10 പറയുന്നത്? ഉത്തരം എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി. അടുത്ത ചോദ്യം, ക്രിസ്തു ചിലർക്ക് എന്തൊക്കെ ആകാനുള്ള വരങ്ങളാണ് നൽകിയത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം 1. അപ്പസ്തോലന്മാർ. 2. പ്രവാചകന്മാർ. 3. സുവിശേഷ പ്രഘോഷകന്മാർ. 4. ഇടയന്മാർ.
5 പ്രബോധകന്മാർ. അടുത്ത ചോദ്യം, വരങ്ങളുടെ ഉപയോഗം എന്തനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകേണ്ടത് വരെയാണ് തുടരേണ്ടത്? ഉത്തരം, ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച്. അടുത്ത ചോദ്യം, എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ കൗശലപൂർവ്വം വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകുന്നത്? ഉത്തരം, തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ. അടുത്ത ചോദ്യം, നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന എന്തിൻ്റെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ. അടുത്ത ചോദ്യം, സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ആരിലേക്കാണ് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നത്? ഉത്തരം, ശിരസ്സായ ക്രിസ്തുവിലേക്ക്. അടുത്ത ചോദ്യം, ക്രിസ്തുവിൽ ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം എന്താണ് ചെയ്യുന്നത്? ഉത്തരം, സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, കർത്താവിൽ ശ്ലീഹ ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് എന്താണ്? ഉത്തരം, നിങ്ങൾ ഇനിയൊരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. അടുത്ത ചോദ്യം, വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയർ ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച് എങ്ങനെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നു? ഉത്തരം, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ്. അടുത്ത ചോദ്യം, ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് അകറ്റപ്പെട്ടിരിക്കുന്നത് എന്തിൽ നിന്നാണ്? ഉത്തരം, ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന്. അടുത്ത ചോദ്യം, ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ചവർക്ക് മനസ്സു മരവിച്ച് എന്തിനാണ് അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചത്? ഉത്തരം, ഭോഗാസക്തിക്ക്. അടുത്ത ചോദ്യം, ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച വിജാതീയർ എന്തിനാണ് ആവേശത്തോടെ മുഴുകിയത്? ഉത്തരം, എല്ലാത്തരം അശുദ്ധികളിലും. അടുത്ത ചോദ്യം, പക്ഷേ ഇതെല്ലാം നിങ്ങൾ ആരിൽ നിന്നും പഠിച്ചതെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, ക്രിസ്തുവിൽ നിന്ന്. അടുത്ത ചോദ്യം, ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്നും പഠിച്ചത്, പിന്നെ എന്താണ് ക്രിസ്തു നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അടുത്ത ചോദ്യം, എന്തിൽ നിന്നും രൂപം കൊണ്ടതാണ് വഞ്ചന നിറഞ്ഞ ആസക്തികൾ? ഉത്തരം, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന്. അടുത്ത ചോദ്യം, നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായത് ആരാണ്? ഉത്തരം, പഴയ മനുഷ്യൻ. അടുത്ത ചോദ്യം, നിങ്ങൾ എന്തിലാണ് നവീകരിക്കപ്പെടേണ്ടത്? ഉത്തരം, മനസ്സിൻ്റെ ചൈതന്യത്തിൽ. അടുത്ത ചോദ്യം, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ആരെ ധരിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ. അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കേണ്ടത് എങ്ങനെയാണ്? ഉത്തരം, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും. അടുത്ത ചോദ്യം, വ്യാജം വെടിഞ്ഞ് എല്ലാവരും ആരോടാണ് സത്യം സംസാരിക്കേണ്ടത്? ഉത്തരം, തങ്ങളുടെ അയൽക്കാരോട്. അടുത്ത ചോദ്യം, വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണമെന്ന് ശ്ലീഹ പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം, കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അടുത്ത ചോദ്യം, ഡാഷ് ചെയ്യാം എന്നാൽ പാപം ചെയ്യരുത്. എഫെസോസ് 4:26. ഉത്തരം, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. അടുത്ത ചോദ്യം, നിങ്ങളുടെ കോപം ഏതുവരെ നീണ്ടു പോകാതിരിക്കട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അടുത്ത ചോദ്യം, ആർക്ക് നിങ്ങൾ അവസരം കൊടുക്കരുത് എന്നാണ് എഫെസോസ് 4:27 പറയുന്നത്? ഉത്തരം, സാത്താനെ. അടുത്ത ചോദ്യം, മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്, പിന്നെ എന്ത് ചെയ്യണമെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യണം. അടുത്ത ചോദ്യം, മോഷ്ടാവ് എന്തിനു വേണ്ടി സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി. അടുത്ത ചോദ്യം, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് എന്ത് വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, തിന്മയുടെ.
അടുത്ത ചോദ്യം, കേൾവിക്കാർക്ക് എന്ത് പ്രദാനം ചെയ്യുന്നതിനായിട്ടാണ് നല്ല കാര്യങ്ങൾ സംസാരിക്കേണ്ടത്? ഉത്തരം, ആത്മീയ ചൈതന്യം. അടുത്ത ചോദ്യം, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി എന്തിനുതകും വിധമാണ് നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കേണ്ടത്? ഉത്തരം, അവരുടെ ഉന്നതിക്ക് ഉതകും വിധം. അടുത്ത ചോദ്യം, എന്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ വേദനിപ്പിക്കരുത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, രക്ഷയുടെ ദിനത്തിനു വേണ്ടി. അടുത്ത ചോദ്യം, എത്ര കാര്യങ്ങളാണ് എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ എന്ന് ശ്ലീഹ എഴുതുന്നത്? ഉത്തരം, 5 കാര്യങ്ങൾ. അടുത്ത ചോദ്യം, എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ എന്ന് ശ്ലീഹ പറയുന്ന കാര്യങ്ങളിൽ 4-ാമത്തേത് എന്താണ്? ഉത്തരം, അട്ടഹാസം. അടുത്ത ചോദ്യം, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും എന്തു ചെയ്യുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, 1 പരസ്പരം ക്ഷമിച്ചും, 2 കരുണ കാണിച്ചും, 3 ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. അടുത്ത ചോദ്യം, നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറേണ്ടത് എന്തുപോലെയാണ്? ഉത്തരം, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. അടുത്ത ചോദ്യം, എഫെസോസ് 4-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം, 4.